കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്ത് കളയുന്നതിനാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്ത് കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്നും കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണമെടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നീതി രഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ച് കേട്ട സുവിശേഷത്തിൽ ഒരു ക്രിസ്ത്യാനി ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വിശിഷ്ടമായൊരു സന്ദേശത്തെ ഈശോ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഉപമ കേട്ടപ്പോൾ മനസ്സിലായി, ഈ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു. അവൻ പൊക്കൊണ്ടിരുന്ന വഴി ശരിയല്ലായിരുന്നു, അത് അവന് മനസ്സിലായി. ഇനി തൻ്റെ കാര്യസ്ഥ സ്ഥാനം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യും? തൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഇനിയിപ്പോൾ എൻ്റെ കാര്യസ്ഥത എടുത്തു മാറ്റിയാൽ പോലും ജനസമൂഹത്തിൽ എനിക്കൊരു സമ്മതി ഉണ്ടാകാനായിട്ടും ജനം എന്നെ അവരുടെ ഭവനത്തിൽ കയറ്റാൻ വേണ്ടി, ലോകത്തിൻ്റെ സൗഹൃദം സമ്പാദിക്കാൻ വേണ്ടി അവരവരുടെ കടങ്ങളൊക്കെ ഇളച്ചു കൊടുക്കുക നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ തൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഒക്കെ അനീതിപൂർവമായ പ്രവൃത്തിയാണെങ്കിൽ പോലും, ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് ഇവൻ പ്രവർത്തിച്ചതെങ്കിൽ പോലും, തൻ്റെ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിൻ്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്താൻ ഇവൻ വിവേകപൂർവ്വം പ്രവർത്തിച്ചു. അതിനാണ് കർത്താവ് പ്രശംസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മക്കൾ, ഈ യുഗത്തിൻ്റെ മക്കൾ അവരെക്കാൾ ബുദ്ധിശാലികളാണെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ വളരെ കണ്ണിങ് ആയിട്ടും വളരെ നമ്മൾ പറയല്ലേ ചതിപ്രയോഗങ്ങളിലൂടെയാണെങ്കിലും വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ മനസ്സിലാക്കി ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്താൻ അവൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായ നമ്മൾ എത്രമാത്രം ബുദ്ധിപൂർവ്വവും വിവേകത്തോടും പ്രവർത്തിക്കണമെന്നാണ് ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ വിദൂര ഭാവി എന്താണ്? നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിലേക്കാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിശ്ചയമായിട്ടും വചനം വാഗ്ദാനം ചെയ്യുന്ന, യേശുവിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യജീവനിലേക്കും നമ്മുടെ ആത്മരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ലക്ഷ്യമില്ലാത്തവനെ പോലെയല്ല ഞാൻ യാത്ര ചെയ്യുന്നത്, വായുവിൽ അടിക്കുന്നവനെ പോലെയല്ല. കൃത്യമായ ലക്ഷ്യമുണ്ട് ഈ ഓട്ടത്തിന്. ആ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഓട്ടം ഓടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കി, അതുകൊണ്ട് ജീവന്റെ കിരീടം കർത്താവ് എന്നെ അണിയിക്കും. അപ്പോൾ ഈ നിത്യജീവന്റെ കിരീടം മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ ആത്മീയ മനുഷ്യരും വിശുദ്ധരായി ജീവിച്ച എല്ലാവരും യാത്ര ചെയ്തത്. അപ്പോൾ ആത്മീയ മനുഷ്യരായ നമ്മൾ, വെളിച്ചത്തിൻ്റെ മക്കളായ നമുക്കുള്ള ഉപദേശം എന്താ? നമ്മളും നിത്യതയെ ദർശിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ
അതിനെ അപകടത്തിലാക്കുന്നതെല്ലാം ഇന്ന് ക്രമീകരിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ആത്മരക്ഷയും നമ്മുടെ നിത്യജീവിതവും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്ന് ക്രമപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിലായിരിക്കണം ഒരുവൻ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണ്ടേ. ഈശോയോടുള്ള ബന്ധത്തിലും ദൈവസ്നേഹത്തിലും കർത്താവിൻ്റെ കാരുണ്യത്തിലും ദൈവഹിതമനുസരിച്ച് ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തെ ക്ഷമിക്കാനും എളിമപ്പെടാനും വിശുദ്ധ ജീവിതം നയിക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവൻ തൻ്റെ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. അവൻ വിവേകിയാണ്, ജ്ഞാനമുള്ളവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ നമുക്ക് ഭോഷ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും ബോധമില്ലാതെ ജീവിക്കുന്നവരെയാണ്. അതുകൊണ്ടാണല്ലോ ഒരുവൻ കളപ്പുരകൾ പൊളിച്ചു പണിത് സമ്പത്ത് ശേഖരിച്ച് എന്നിട്ട് പറയൂ, ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്ക്, അനേകം വർഷങ്ങൾക്ക് വേണ്ടതുണ്ട്, തിന്നോ കുടിച്ചോ സുഖിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭോഷ, ഈ രാത്രി ഈ രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ കെട്ടിപ്പൊക്കിയതും നീ സമ്പാദിച്ചതും ചതിച്ചുണ്ടാക്കിയതും വഞ്ചിച്ചുണ്ടാക്കിയതൊക്കെ ആരുടേതാകും എന്ന് പറഞ്ഞാൽ നിത്യതയെക്കുറിച്ച്, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച്, ആത്മരക്ഷയെക്കുറിച്ച് ജ്ഞാനമില്ലാതെ പ്രവർത്തിക്കുന്നവരെ സുവിശേഷം വിളിക്കുന്ന വാക്ക് ഭോഷ എന്നാണ്. ഭോഷ. അപ്പൊ കർത്താവിൻ്റെ മുമ്പിൽ ഭോഷനാകാതിരിക്കാൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ആത്മീയ അധ്വാനത്തിൽ ഇന്നിനെ എങ്ങനെയൊക്കെ ക്രമപ്പെടുത്തണമോ ആ സ്നേഹത്തിൽ എളിമപ്പെടേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും, ചില സഹനങ്ങൾ ദൈവസ്നേഹത്തിൽ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മുടെ ആത്മരക്ഷ ഉറപ്പിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.